ലോക പോലീസ് എന്ന് നടിക്കുന്നവരാണ് അമേരിക്ക. അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് വന്നപ്പോൾ ഇതാ വലിയ മാറ്റങ്ങളൊക്കെ രാജ്യത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടു. പക്ഷെ പതിയെ പതിയെ ട്രംപിൻ്റെ പല നിലപാടുകളും ലോക രാജ്യങ്ങളെ മുഴുവൻ വെറുപ്പിക്കുന്ന രീതിയിലാണ്. അതായത് ഇന്ന് പറയുന്ന കാര്യങ്ങൾ നാളെ ട്രംപ് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി പറയുകയോ നിഷേധിക്കുകയോ ചെയ്യും. വലിയ മാറ്റങ്ങളുണ്ടായി. ഇപ്പോൾ ലോക രാജ്യങ്ങൾക്ക് മേൽ വ്യാപാരവുമായി ബന്ധപ്പെട്ട് ടാക്സ് ഏർപ്പെടുത്തുന്നതിൽ ട്രംപ് എടുത്ത നിലപാട് ഇന്ത്യയെ പോലും ശത്രുപക്ഷത്ത് നിർത്തുന്നു. ആദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് നല്ല ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആളാണ്. പിന്നീട് നിലപാട് മാറ്റി. ഇപ്പോൾ തന്നെ ഈ വെനസ്വേലയിൽ അവിടുത്തെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ട് പോകുന്നു. അതിനുശേഷം ഇറാനുമായിട്ട് വലിയ യുദ്ധപ്രഖ്യാപനം ഉണ്ടാകുന്നു. നാറ്റോ രാജ്യങ്ങളെ മുഴുവൻ ചീത്ത വിളിക്കുന്നു. എന്നിട്ട് പറഞ്ഞു ഞാൻ നാറ്റോയുടെ തലപ്പത്താണ്. ചുരുക്കം പറഞ്ഞാൽ ഈ സ്ഥിരബുദ്ധി ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിന് സമാനമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രവർത്തിക്കുന്നതെന്ന് പലപ്പോഴും ലോക നേതാക്കൾ അടക്കം പറഞ്ഞു. ഇപ്പോൾ അത് പരസ്യമായി പറഞ്ഞു. അമേരിക്കയും അത് ബോധ്യപ്പെട്ട രീതിയിലാണ് കാര്യങ്ങൾ. അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടി പോലും അവിടെ ഒരു ഹിതപരിശോധന നടത്തിയാൽ ട്രംപിനെ പുറത്താക്കിയാലോ എന്ന ആലോചനയിലേക്ക് കടക്കുന്നു. അമേരിക്കൻ ഭരണഘടനാ പ്രകാരം അത്തരത്തിൽ ചില അവകാശങ്ങളുണ്ട്. അങ്ങനെയൊക്കെയാണ് സംഭവിക്കാവോ? അതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. അതാണ് നമ്മളിപ്പോൾ ഒരു സാധാരണഗതിയിലൊരു മനുഷ്യനെ കുറിച്ച് മലബാറിലൊക്കെ അത്തും വിത്തും എന്ന് പറയാറുണ്ട്. പ്രായം കൂടിയ ആളുകൾ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നുണ്ടല്ലോ. അതിന് പറയുന്നൊരു നാടൻ പ്രയോഗമാണ്. പൊതുവെ നമ്മൾ കിളി പോയി പൊതുപ്രയോഗം കിളിയാണ്. ആ കിളി പോയി എന്നതിന്റെ അമേരിക്കൻ ഭരണകൂടത്തിന് ഇതൊക്കെ ഒബ്സർവ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ശക്തമായ സംവിധാനങ്ങളാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഓരോ വാക്കും നോക്കും രജിസ്റ്റർ ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെച്ച് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനെ റിവ്യൂ ചെയ്യാനുള്ള വീക്ക്ലി റിവ്യൂസിന്റെ സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഇദ്ദേഹത്തിന് സമ്പൂർണമായി ഈ കിളി പോയിരിക്കുന്നു, സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അങ്ങനെ സുബോധം നഷ്ടപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റുമാരെ എന്ത് ചെയ്യണമെന്ന് അമേരിക്കൻ ഭരണഘടനയിലെ 25-ാം ഭേദഗതി നിയമമുണ്ട്. ആ നിയമത്തിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൽ ഇല്ലാത്തൊരു നിയമമാണത്. ഒരു അനാരോഗ്യമോ അല്ലെങ്കിൽ ബുദ്ധിമോശമോ കാണിച്ചിട്ട് ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ പെർഫോമൻസ് മോശമായി കണ്ടാൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എടുത്തു മാറ്റിയിട്ട് വെറും കാഴ്ചക്ക് ഇരുത്തുന്ന സംവിധാനമുണ്ട് അമേരിക്കൻ ഭരണഘടനയിൽ. അതാണ് ഈ 25-ാം വകുപ്പ്. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് അമേരിക്ക ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള ഒബ്സർവേഷന്റെ ഫലമാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് എന്താണെന്നറിയോ? ലേറ്റസ്റ്റ് ഇപ്പോ ഈ നാറ്റോ ഉച്ചകോടി നടന്നു തുർക്കിയിലെ അങ്കാറയിൽ ഈ കഴിഞ്ഞ 7-8. അതാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്. അങ്കാറയിൽ നാറ്റോ ഉച്ചകോടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുമല്ലോ. അതിൽ നാറ്റോ എന്ന് പറഞ്ഞാൽ തന്നെ അമേരിക്കയാണ്, അമേരിക്കയുടെ പ്രസിഡന്റാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസംഗം കേട്ടുനിന്ന ആളുകൾ മുഴുവൻ അന്താളിച്ചു പോയി. എന്താണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തിനോ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ അദ്ദേഹം പറഞ്ഞ അബദ്ധങ്ങൾ മുഴുവൻ ഇപ്പൊ അമേരിക്ക മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഒരബദ്ധം എന്താണെന്നറിയാം? അതിൽ പറഞ്ഞ പട്ടിക മുഴുവൻ പത്രങ്ങളിൽ നമ്മുടെ ഈ ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ വലിയ തോതിൽ വന്നു. അതിന്റെ ഫുൾ ടെക്സ്റ്റ് ആ പ്രസംഗത്തിൽ പറഞ്ഞ കേട്ടാൽ നമുക്ക് ഞെട്ടിപ്പോകും. നമ്മള് ഈ എന്താ പറയാ, ചിരിച്ച് മണ്ണ് കപ്പിപ്പോകും. അമേരിക്കൻ പ്രസിഡന്റ് പറയുകയാണ്, ഡൊണാൾഡ് ട്രംപ്. ഓർക്കേണ്ട കാര്യം 32 രാജ്യങ്ങളുണ്ട് നാറ്റോ. 32 രാജ്യങ്ങളുടെ തലവന്മാരുണ്ട്. വേറെ ഒരു 14 രാജ്യത്തെ പ്രത്യേക ക്ഷണിതാക്കളായിട്ടും വിളിച്ചിട്ടുണ്ട്. 50 രാജ്യങ്ങളുണ്ട് മൊത്തത്തിൽ. ഈ 52 ഈ 50 49 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന വലിയ ഒരു ആഗോള സമ്മേളനത്തിലാണ് ഇയാൾ പ്രസംഗിക്കുന്നത്. അവിടെ ഒരാളെ അഭിസംബോധന ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ജപ്പാന്റെ പ്രസിഡന്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ജപ്പാനെ ഇസ്ലാമിക രാജ്യമാക്കി മുമ്പ്. അപ്പൊ തന്നെ തുടങ്ങിയ ആളുകൾക്ക് ബോധം നഷ്ടപ്പെട്ട നിലയെ. രണ്ടാമത് അത് കഴിഞ്ഞിട്ട് അവിടെ സെലൻസ്കി ഉണ്ട്. ആര്? ഉക്രൈന്റെ പ്രസിഡന്റ് അഭിസംബോധന ചെയ്യുകയാണ്. ഉക്രൈന്റെ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാരാ പറയുന്ന? ഇവരൊക്കെ നമ്മളെപ്പോലെയല്ലല്ലോ. പുടിനും സെലൻസ്കിയും ഒക്കെ ഈ ട്രംപിന്റെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന മനുഷ്യന്മാരാണ്, എപ്പോഴും കണ്ടുമുട്ടുന്ന മനുഷ്യൻ. അവരുടെയൊക്കെ പേര് മാറ്റി പറയാം. ഇങ്ങനെ ആ പ്രസംഗത്തിൽ ഉടനീളം ഇദ്ദേഹത്തിന്റെ തള്ളു മുഴുവനും മണ്ടത്തരമായി വർഷിക്കുക. അമേരിക്ക അങ്ങോട്ട് മാനം കിട്ടും. ആ പൊതുവെ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. പറഞ്ഞ കൂട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ താരിഫ് യുദ്ധം ഉണ്ടല്ലോ. ഈ താരിഫ് യുദ്ധം കൊണ്ട് എന്ത് നേടി?
ഞാൻ എൻ്റെ രാജ്യത്ത് വലിയ വിലക്കുറവുണ്ടാക്കി, പ്രത്യേകിച്ച് ലോകമെങ്ങും നിർമ്മിക്കുന്ന മരുന്നുകൾക്ക് ഞാൻ വില കുറച്ചു. എത്ര വില കുറച്ചു എന്നറിയാമോ? ഞാൻ മിക്ക മരുന്നുകൾക്കും 700% വരെ വില കുറച്ചു. ആൾക്കാർക്ക് ഇങ്ങനെ അന്തം വിടുകയാണ്. എങ്ങനെ ഒരു സാധനത്തിന് 700% വില കുറക്കുക? കൂട്ടാതെ 700% വില, 100 രൂപ വിലയുള്ള അല്ലെങ്കിൽ $100 വിലയുള്ള ഒരു മരുന്നിന് 100% കുറച്ചാൽ തന്നെ 0 ആയി. അതെ, പിന്നെ എങ്ങനെ 700? അപ്പൊ അത് ഫ്രീ ആയി. പിന്നെ എങ്ങനെ 700% കുറക്കുക? ഈ മനുഷ്യൻ പറയുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലായി. അപ്പോഴാണ് ആളുകൾ കയ്യിലിരിക്കുന്ന സ്ക്രിപ്റ്റ്, ഇദ്ദേഹത്തിന് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസംഗം ഓൾറെഡി സ്ക്രിപ്റ്റ് വരെ കയ്യിലുണ്ട്. ഈ സ്ക്രിപ്റ്റ് മുമ്പിൽ വെച്ചിട്ടാണ് ഈ മനുഷ്യൻ പ്രസംഗിക്കുന്നത്. സ്ക്രിപ്റ്റും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആ എവിടെയോ കാട് കയറി പോകുന്ന ഒരു തരത്തിലുള്ള പ്രസംഗം. ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി അമേരിക്കയിൽ ഈ വീക്കിലി മോണിറ്ററിങ്ങിന് ഇരിക്കുമ്പോഴാണ് അത്രേ ആ റെക്കോർഡിൽ വേറെ ഒരുപാട് ഞെട്ടിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇദ്ദേഹം തന്നെ ആരാണെന്ന് അദ്ദേഹം മറന്നുപോയിരിക്കുന്നു. ഇദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം അവിടെ റെക്കോർഡിലുണ്ട്. എന്താ പ്രസംഗം എന്നറിയാം? ഇന്നത്തെ ലിസ്റ്റിലുണ്ട്. ആ ലിസ്റ്റിൽ ഇദ്ദേഹത്തിന്റെ വിഖ്യാതമായ പ്രസംഗങ്ങളിൽ, ട്രംപിന്റെ വിഖ്യാത മണ്ടത്തരങ്ങളിൽ, കിളിപോയ വർത്തമാനങ്ങളിൽപ്പെട്ട ഒന്നെന്താണെന്നറിയോ? നിങ്ങൾക്കറിയാമോ? ഇവിടെ ജർമ്മൻകാരിരിക്കുന്നുണ്ട്. അപ്പൊ ജർമ്മനിയെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി മൂപ്പര് പറയാണ്, നിങ്ങൾക്കറിയാമോ എൻ്റെ അച്ഛൻ ജർമ്മനിയിൽ ജനിച്ചയാളാണ്. ട്രംപിന്റെ ബയോഡാറ്റ അവരുടെയൊക്കെ കയ്യിലുണ്ട്. US ജനിച്ചതാണ് അദ്ദേഹം, അറിയാലോ. അത് എല്ലാവർക്കും അറിയാം, ലോകം മുഴുവൻ എല്ലാവർക്കും അറിയാം അദ്ദേഹം US ജനിച്ചതാണ്. അപ്പൊ ജർമ്മൻകാരെ കാണുമ്പോൾ അപ്പോൾ ആളുകൾ ചോദിക്കുകയാണ്, ഇയാൾ ഇദ്ദേഹത്തെ തന്നെ മറന്നോ? അച്ഛനെ തന്നെ മാറിപ്പോയോ? ഇനി ജർമ്മനിയിൽ ഇയാൾക്ക് വേറെ അച്ഛനുണ്ടോ? ഇത്തരത്തിലുള്ള ആലോചനകളായി. ഇങ്ങനെ മണ്ടത്തരങ്ങൾ പറയുക. പിന്നെ ഇദ്ദേഹം ബാക്കി സമയം, ഈ പ്രസംഗം കഴിഞ്ഞതോടുകൂടി കിളി പൂർണ്ണമായിട്ടും പോയത്രേ. നാറ്റോ ഉച്ചകോടി ഭയങ്കര കൗതുകം നിറഞ്ഞ കാഴ്ചയായിരുന്നവരുടെ. ബാക്കി സമയം ഇങ്ങനെ മന്ദബുദ്ധിയെ പോലെ ഇങ്ങനെ കണ്ണും നട്ട് നോക്കിയിരിക്കുകയാണത്രേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗംഭീരമായ ചർച്ചയും പ്രസംഗങ്ങളും ഒക്കെ അവിടെ നടക്കുമ്പോൾ ഇദ്ദേഹം അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങുകയാണത്രേ. പല വേദികളിലും ഉറക്കം തൂങ്ങുന്ന വീഡിയോസ് അമേരിക്ക റിവ്യൂവിന് എടുത്തിട്ടുണ്ട്. ഉറക്കം തൂങ്ങുക, സ്ക്രിപ്റ്റ് വിട്ടിട്ട് ഈ കാട് കയറി സംസാരിക്കുക, പറയുന്നത് സ്വന്തം അച്ഛൻ്റെ പേരും നാടുമൊക്കെ മാറ്റി പറയുക. ഇങ്ങനെ കിളി പോയിരിക്കുന്നു എന്ന ബോധ്യം വന്നപ്പോൾ അമേരിക്ക ഗൗരവമായ ഡിസ്കഷൻ. അങ്ങനെ കിളി പോയി വന്നയാൾ അമേരിക്കയിൽ വന്നിട്ട് അടുത്ത തീരുമാനം എന്താ എടുത്തതെന്നറിയോ? നവംബറിൽ അവിടെ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അമേരിക്കയിൽ. നവംബറിൽ മിഡ് ടേം ഇലക്ഷൻ. അതിൻ്റെ ഇലക്ഷൻ കമ്മീഷനിൽ 3 പേര്. അവിടുത്തെ രീതി എങ്ങനെയാണ്? ഇലക്ഷൻ കമ്മീഷനിൽ 3 പേരുണ്ട്. 3 പേര് തന്നെ ഇവിടുത്തെ പോലെയല്ല. അത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായിട്ടാണ് കമ്മീഷണർമാർ, ഇലക്ഷൻ കമ്മീഷണർമാർ. നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരല്ല. അപ്പോൾ 2 പേര് ഡെമോക്രാറ്റ്സ് ആണ്, ഒരാൾ റിപ്പബ്ലിക്കനാണ്. ഇയാൾ ചെന്ന ഉടനെ ഡെമോക്രാറ്റ്സ് 2 പേരും വേണ്ട, പിരിച്ചുവിട്ടു. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ അല്ല, ഒരാൾ ബാക്കിയുണ്ടല്ലോ, അയാൾ റിപ്പബ്ലിക്കൻ ആണല്ലോ, താൻ രാജിവെച്ചു പോ. ഇയാൾ ചെയ്യുന്നത് എന്താണ്, പറയുന്നത് എന്താണ്, യാതൊരു ബോധവും ഈ മനുഷ്യനില്ല. ഇപ്പോ അടിയന്തരമായിട്ട് അമേരിക്കയിലെ ഈ ആർട്ടിക്കിൾ 25 ഭേദഗതി എടുക്കാൻ പോവുക. ആർട്ടിക്കിൾ 25 എടുത്തു കഴിഞ്ഞാൽ അത് തീരുമാനമായിട്ടില്ല. അത് എന്ത് ചെയ്യണമെന്ന്, കാരണം മാനം കെടുന്ന കേസാണല്ലോ. അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി ആ വകുപ്പ് ഇതുവരെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. കഴിവുകേട് കൊണ്ട്, ബോധമില്ലാത്തത് കൊണ്ട്, അന്തമില്ലാത്തത് കൊണ്ട് ഒരു പ്രസിഡന്റിന്റെ ചുമതലകൾ എടുത്തു മാറ്റിയിട്ട് JD വാൻസിന് കൊടുക്കുക ഉത്തരവാദിത്തങ്ങൾ, ചുമതലകൾ മുഴുവൻ. എന്നിട്ട് ഇയാളെങ്ങനെ കാഴ്ചപ്പണ്ടമായിട്ട് ഇരുത്തുക, ഇയാളെ നമ്മളെ കാണാനേ കൊള്ളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അടുത്ത ഇലക്ഷൻ വരെ കൊണ്ടുപോകുക. അതിനാണ് ഈ 25. അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു എന്ന് കേൾക്കുന്നു. ഇദ്ദേഹമാണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ സിനു നേരത്തെ പറഞ്ഞ ഒരു കാര്യം ആലോചിക്കേണ്ടി വരും. ഇദ്ദേഹം ഈ ലോകത്തെ മുഴുവൻ നടുക്കിക്കൊണ്ട് വായിൽ തോന്നിയതൊക്കെ പറഞ്ഞു നടന്ന് ലോകത്ത് ഇഷ്ടം പോലെ യുദ്ധമുണ്ടാക്കുന്നു, ആക്രമിക്കുന്നു, മനുഷ്യനെ കൊല്ലുന്നു, രാജ്യങ്ങൾ തകർക്കുന്നു. അതിനിടയിൽ ലോകസമാധാനത്തിൻ്റെ നോബൽ സമ്മാനം നേടാൻ നടക്കുന്നു. ഇതൊക്കെ ബോധത്തോടെയാണോ? ഇദ്ദേഹത്തിന് മുഴുവൻ ബുദ്ധിയുണ്ടോ എന്ന് ലോകം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ അത് അമേരിക്കക്കാർക്കും ബോധ്യം വന്നിരിക്കുന്നു. ഇനി എന്താണ് അദ്ദേഹത്തിൻ്റെ ഭാവി നമുക്ക് കാത്തിരിക്കാം, കണ്ടറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.